കർത്താവിന്റെ വചനം അയച്ചാൽ ആ വചനം അതിന്റെ പ്രവൃത്തി തേക്കുക, അത് മടങ്ങി വരത്തില്ലെന്ന് നമ്മളെല്ലാം കേൾക്കുന്ന കാര്യമല്ലേ. ഇന്ന് പകൽക്കാലവും കർത്താവിനോടൊന്ന് പറഞ്ഞേ, എന്നിൽ അയക്കുന്ന വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ എന്നെ സഹായിക്കണേ. ദൈവവചനത്തിന്റെ ഒരു പ്രോമിസ് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് പറയുക, കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്റെ മേൽ വീണിരിക്കുന്നു. അയച്ചത് യാക്കോബിലാണ്, പക്ഷെ വീണത് ഇസ്രായേലിന്റെ മേലിലാണ്. അതെ, ഞാൻ നിന്നിൽ ഒരു വചനം അയക്കുമ്പോൾ അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അത് നിന്റെ വിളിയുടെ മേളിലും നിന്റെ സഭയുടെ മേളിലും നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ മീതെയും നിന്റെ തലമുറകളുടെ മീതെയും അത് വീണിരിക്കും. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ പറയുന്നു, വീണിരിക്കും എന്നൊരു ദൂതുണ്ട്. അയച്ച വചനത്തിന്റെ പ്രത്യേകത അത് വീഴുക തന്നെ ചെയ്യും. പക്ഷെ യാക്കോബിനെ ഇസ്രായേലാക്കിയപ്പോൾ ആ ദൂതിന്റെ അകത്ത് 12 ഗോത്രങ്ങളും ആ വചനത്തിന്റെ നന്മ അനുഭവിച്ചു. 430 വർഷത്തെ അടിമത്തം കഴിഞ്ഞപ്പോഴും ഇസ്രായേൽ ജനത്തിന് വേണ്ടി വിടുവിക്കാൻ ഇറങ്ങിയ ദൈവം മോശയോട് പറയുക, ഞാൻ എന്റെ ദാസനായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തം ഓർത്തു. അങ്ങനെ ഒരു ദൈവമുണ്ട് പ്രിയരെ. ദൈവത്തിന്റെ വചനം ഒരിക്കൽ വീണാൽ തലമുറകൾ കഴിഞ്ഞാലും, ആമേൻ, ഈ വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന തലമുറകൾ കഴിഞ്ഞാലും അയച്ച വചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് നിങ്ങളുടെ ലൈഫിലും ദൈവത്തിന്റെ ദൂതായി ആലോചനയായി നമ്മോട് ദൈവം ഇടപെട്ട ദൈവിക ദൂതുകൾ അതിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് കാണാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബി ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം.